ഹായ്. ഇന്നിപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് കേട്ടോ ഞാൻ പോസ്റ്റ് ഇടുന്നത്. കാരണം ഇന്ന് കുറച്ചധികം ബിസിയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം നമുക്കിന്ന് കോഴിക്കോട്ട് ശനിയാഴ്ചയാണ്. അപ്പോൾ തുടക്കം മുതൽ ഇന്ന് രാവിലെ 6 മണിക്ക് കുർബാനയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ കുർബാനയ്ക്കൊക്കെ പോകാനുള്ള തിരക്കണം. മെയിൻ റീസൺ രാവിലെ കുർബാനയ്ക്ക് പോകണം, പിന്നെ ഒന്ന് കുമ്പസാരിക്കണം. കാരണം ഇന്ന് ഉച്ചരിഞ്ഞ് കുമ്പസാരുണ്ടെങ്കിലും ആ കുമ്പസാരത്തിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല, എന്തൊരു തിരക്കുള്ള ദിവസമായിരുന്നു എന്ന്. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ കുർബാനയും കുമ്പസാരവും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഓൾറെഡി നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നാത്തൂൻ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ തേങ്ങയൊക്കെ ചെറുക്കി വെച്ചിട്ടുണ്ടായി. പിന്നെ ഞാനും അമ്മയും കൂടി വന്നതിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടെ അതിൻ്റെ പരിപാടിക്ക് ഞങ്ങൾ റെഡി ആയിട്ടോ. എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റാക്കി വെച്ചു, എല്ലാം തയ്യാറാക്കി. ശരിക്കും പറഞ്ഞാലേ ഈ കോഴിക്കോട്ടാന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ എൻ്റെ വീട്ടിലൊരു കോഴിക്കോട്ടാന്ന് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അപ്പൻ്റെ അമ്മയും കൂടി ഉണ്ടാക്കുന്നൊരു ഓർമ്മയാണ് കേട്ടോ. ഒരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. കാരണം ഇപ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിൽ അമ്മാവൻ മരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് വർഷമായി, ഒത്തിരി വർഷമായി കേട്ടോ. പിന്നെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പോഴും പോട്ടെ, അതിന് ശേഷമൊക്കെ ഒരു കോഴിക്കോട്ടേക്ക് പോലും മര്യാദയ്ക്ക് ഞാൻ വീട്ടിലുണ്ടായിട്ടില്ല. കാരണം നമ്മൾ ഏകദേശം ആ ഒരു വലിയ ആഴ്ചയൊക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേനും പള്ളിയുടെ കൊയർ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും കേട്ടോ. പിന്നൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ ചെയ്യൽ. വീട്ടിലൊക്കെ ശനിയാഴ്ച ഒരു ഉച്ചതിരിഞ്ഞൊക്കെ ആകുമ്പോഴത്തേനായിരിക്കും കേട്ടോ നോർമലി സാധാരണ ഉണ്ടാക്കാറ്. വൈകുന്നേരത്തെ ചായക്കും പിറ്റേ ദിവസവും കഴിക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ കേട്ടോ ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ നേരെ തിരിച്ചാണ്. നമ്മൾ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കും കേട്ടോ. പറഞ്ഞു വന്നതാണ്, കോഴിക്കോട്ട് ഇന്ന് കുറച്ചധികം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. കാരണം ഇന്ന് എനിക്ക് കുറച്ചധികം കോഴിക്കോട്ടയുടെ ആവശ്യമുണ്ടായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ വാലായ്മയാണ്. അപ്പം മരിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഒരു വർഷം കംപ്ലീറ്റ്, നമുക്ക് ക്രിസ്ത്യൻസിന് അറിയില്ല, ഒരു വർഷം കംപ്ലീറ്റ് വാലായ്മയായിരിക്കും. അപ്പോൾ നമ്മുടെ അവിടെ എന്തുണ്ടെങ്കിലും ഇപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഇപ്പോൾ കോഴിക്കോട്ടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അല്ലേ കൊണ്ടുവന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം എന്നോട് അമ്മ തലേന്ന് പറഞ്ഞു, നീ വരൊന്നും വേണ്ട, കാരണം ഇവിടെ നിന്ന് മാറ്റുവഴിയുന്ന ചാലക്കുടി വരെ ചെല്ലാന്ന് പറയണത് എളുപ്പം കൊണ്ട് കാര്യമില്ലല്ലോ. 2 മണിക്കൂർ യാത്രയ്ക്ക് ബസ്സും കയറി, അതും ഇപ്പോഴത്തെ ചൂടാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ചൂട്, എങ്ങനെ പോയിട്ട് വരാനാ? പക്ഷെ എന്നാലും നമ്മൾ പോകണമല്ലോ. ഓക്കെ വരണില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്കിന്ന് പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കോഴിക്കോട്ടൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടില്ല, എല്ലാവരും കൂടെ ഒരുമിച്ചൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കോഴിക്കോട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക രസമല്ലേ. അങ്ങനെ അപ്പോൾ അതെല്ലാം ചെയ്യുന്ന ചായക്കൊടിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ KSRTC സ്റ്റാൻഡിലോട്ട് പോയിട്ടോ. ഇപ്പോൾ നമ്മുടെ മൂവാറ്റുപുഴയുടെ മുഖച്ഛായ തന്നെ മാറിയില്ലേ. ഇപ്പോൾ പണ്ടൊക്കെ KSRTC സ്റ്റാൻഡിലോട്ട് ചെല്ലുമ്പോൾ അയ്യോ ഇതെന്തുവാന്നൊക്കെ തോന്നും. ഇപ്പം കണ്ടോ അടിമുടി മാറിയേക്കോട്ടെ നമ്മുടെ മൂവാറ്റുപുഴ KSRTC സ്റ്റാൻഡും. അതുപോലെ തന്നെ റോഡും. മുന്നൊക്കെ ഈ റോഡ് കുത്തിപ്പൊളിച്ചിട്ടൊരു സമയത്ത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നേ പോകാനായിട്ട്. എൻ്റെ പൊന്നോ അതുപോലെയായിരുന്നു. പക്ഷെ ഇപ്പോൾ പണിത് കഴിയുമ്പോഴൊന്നും നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്ത ആൾക്ക് പോലും ഒന്ന് വണ്ടി ഓടിച്ച് നോക്കിയാൽ കൊള്ളാമെന്നൊക്കെ തോന്നും കേട്ടോ. അത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാലടിപ്പാലം ഏറ്റവും കൂടുതൽ ബ്ലോക്ക് കിട്ടുന്നൊരു സ്ഥലമായിട്ട്. ഇപ്പോൾ പുതിയ പാലപ്പുറത്ത് പണിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണി ഏകദേശം തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ബ്ലോക്കിൻ്റെ വിഷമം അങ്ങോട്ട് മാറി കിട്ടുമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റാൻഡൊക്കെ ബസ്സൊക്കെ പിടിച്ച് നേരെ നമ്മുടെ ചാലക്കുടി പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അവിടെയായിട്ട് ഇറങ്ങിയത്. പിന്നെ അവിടെ നേരെ വീട്ടിൽ പോയി. ഞാൻ അമ്മയോട് വരണാരും പറഞ്ഞു, ഞാൻ സാധാരണ വീട്ടിൽ പോകുമ്പോൾ വിളിച്ച് പറയാറുണ്ട് കേട്ടോ. ഇത്തവണ പറയാണ്ട് ഞാൻ നേരെ പോയി. ഇത്തവണ കെട്ടുവാൻ ഫ്രീ അല്ലായിരുന്നു, ആൾക്ക് പണി ഉണ്ടായിരുന്നോട് എന്നോട് പോയിക്കോളാൻ പറഞ്ഞു. നല്ല വെയിലായിരുന്നു കേട്ടോ, ഒടുക്കത്തെ വെയിൽ. പിന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ ഡേ വന്നു എന്നുള്ളൊരു എക്സ്പ്രഷനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ കടയിൽ വെച്ചിട്ട് അമ്മയും അപ്പനും വന്നു കഴിഞ്ഞപ്പോൾ ഓരോ കോഴിക്കട്ട കൊടുത്ത്, പിന്നെ നേരെ തറവാട്ടിൽ അപ്പം വന്നു. പിന്നെ അപ്പൻ്റെ കൂടെ നേരെ വീട്ടിൽ പോയി തറവാട്ടിലും കുറച്ച് കോഴിക്കട്ട കൊടുത്ത് അവിടെ നേരെ ബാക്കി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചേ. പിന്നെ വീട്ടിൽ പോയി ചോറൊക്കെ ഉണ്ട്. ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് എടുത്തിട്ടുണ്ടാവും. അതിനുശേഷം പിന്നെ ഇറങ്ങി കേട്ടോ. ഇന്ന് തന്നെ തിരിച്ചു വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നിറങ്ങി. ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ ചൂട്ടത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. മസ്റ്റായിട്ടും സൺസ്ക്രീനും അതുപോലെ കയ്യിൽ കുടയിലാണ്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് പുറത്തിറങ്ങുന്നത്, അതുപോലെ ചൂടാണ് കേട്ടോ. പിന്നെ നേരെ വീട്ടിലെത്തി, ഒരു ഓട്ടോയൊക്കെ പിടിച്ച് നേരെ വീട്ടിൽ വന്നിറങ്ങി. അപ്പോഴത്തേനും അവിടെ നാത്തൻ്റെ കുട്ടി അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ എന്തോ മേടിച്ചിട്ട് നല്ല സന്തോഷത്തിൽ ഓടി വന്നതാണ് കേട്ടോ. പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.